ഹലോ, ഇപ്പോൾ സമയം എത്രയായെന്ന് മനസ്സിലായോ? ഇപ്പം സമയം ഏകദേശം 4 മണിയായിട്ടുണ്ട്. ഇന്ന് വലിയുളങ്ങര അമ്പലത്തിൽ പൊങ്കാലയുണ്ട്. ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ് പൊങ്കാലയ്ക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. അപ്പോൾ രാവിലെ 6:30 ആകുമ്പോഴത്തേക്കാണ് നമ്മൾ ഭണ്ഡാരയടുപ്പിൽ തീ കൊടുത്തുന്നത്. അങ്ങനെ നമ്മൾ നേരെ ക്ഷേത്ര ദർശനത്തിനായിട്ട് അമ്പലത്തിലെത്തിയിട്ടുണ്ട്. ഇപ്രാവശ്യമാണെങ്കിൽ കണ്ണൻചേട്ടൻ ഓട്ടം ഉള്ളതുകൊണ്ട് കണ്ണൻചേട്ടനില്ല കേട്ടോ. പുള്ളി ബൈ പറഞ്ഞു പോവുക. അപ്പോൾ രാവിലെയൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ ഗണപതിയൊക്കെ ഒരുക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മുടെ കലമൊക്കെ ഇവിടെ സെറ്റാണ്. കലത്തിലൊക്കെ നമ്മൾ പൊട്ടൊക്കെ തൊട്ട് കൊടുത്തു. പിന്നെ നമ്മുടെ വെള്ളം ഏകദേശം തിളയായപ്പോഴത്തേക്കും നമ്മൾ അരി കഴിയൊക്കെ ഇടുക കേട്ടോ. ഇതിപ്പം നമ്മൾ പൊങ്കാലയ്ക്കായിട്ടത്തെ പൊങ്കാല കലം തിളയ്ക്കുന്നതായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ കാത്തിരുന്ന് നമ്മുടെ പൊങ്കാല കലം തിളച്ചു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ സേവാഭാരതിക്കാരാണെങ്കിൽ നമുക്ക് ഫുഡൊക്കെ കൊണ്ട് തന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഫ്രൈഡ് റൈസാണ്, വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് എന്ന് വെച്ചാൽ നമുക്ക് സോയാബീൻ ആയിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതുപോലെ വണ്ടികളിലൊക്കെ കൊണ്ടുവന്ന് ഓരോരോ ഐറ്റം കൊണ്ടുതരും. കാപ്പി ഉണ്ടായിരുന്നു, വാട്ടർമെലൻ ഉണ്ടായിരുന്നു, പിന്നെ സംഭാരം ഉണ്ടായിരുന്നു. അങ്ങനെ ദേവി ഇപ്പോൾ പുളിക്കിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. തിരിച്ചു വരുമ്പോഴത്തേക്കാണ് നമ്മളുടെ കലത്തിൽ നിവേദ്യം തെളിക്കുന്നത്. അങ്ങനെ കാത്തിരുന്ന് ഞങ്ങളുടെ ഊഴവെത്തി. അപ്പോൾ ദേവി ഇങ്ങനെ നമ്മുടെ അടുത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുക കേട്ടോ, നമ്മുടെ പൊങ്കാല സമർപ്പിക്കാൻ അല്ലെങ്കിൽ പൊങ്കാല നിവേദ്യത്തിന്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും ഇനിയിപ്പോൾ വീട്ടിൽ പോകാനുള്ള ഓട്ടപ്പാച്ചില്ല കേട്ടോ. അവരവരുടെ കാര്യങ്ങളും അതും ഇതൊക്കെ എടുത്തുകൊണ്ട് എല്ലാവരും പോയിക്കൊണ്ടിരിക്കുക. പിന്നെ നമ്മൾ വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, നമ്മുടെ അടുത്ത വീട്ടിൽ തേരുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമുക്ക് ഇവിടെ നിന്നാണ് ഫുഡ്. അപ്പോൾ എല്ലാ വർഷവും നമ്മൾ ഇവിടെ വന്നിട്ടാണ് ഫുഡ് കഴിക്കുന്നത്. പൊതുവെ എല്ലായിടവും സദ്യയും അതുപോലെ തന്നെ കഞ്ഞി അസ്ത്രമൊക്കെ ആണെങ്കിൽ ഇവിടെ കുറച്ച് വെറൈറ്റി ആയിട്ട് ചെട്ടിവിളങ്ങര ചെയ്യുന്ന പോലെ കൊഞ്ചിയമ്മന്തിയും കൊഞ്ചിക്കറിയൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ വന്നപ്പോൾ തീണ്ടിടാ ഒരു അരോണയും ഒരു നീലവാകയും, അങ്ങനെ അതിനെയും കൂടെ ഒന്ന് ഷൂട്ട് ചെയ്ത് അതുങ്ങളാണ്. കണചേട്ടനില്ലാഞ്ഞുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം കൊച്ചശ്വതിയുടെ തേരും കുതിരയൊന്നും കാണാൻ പോകുന്നില്ലെന്ന് തീരുമാനിച്ചു കേട്ടോ. അപ്പോൾ ആൾ വിളിച്ചിട്ട് അമ്മയെടുത്ത് പറഞ്ഞു രണ്ടുപേരും കൂടെ പോയി കുഞ്ഞിനെ കൊണ്ട് കാണിച്ചിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ഞാനും അമ്മയും കൂടെ ഇവിടെ തേരും കുതിരയൊക്കെ കാണാൻ വന്നു. ഇത് ഞങ്ങളുടെ കലിങ്കുകാരുടെ തേരും ഒക്കെയാണ് കേട്ടോ, കലിംഗ ബ്രദേഴ്സിൻ്റെ. അപ്പോൾ വിഷുദേ അവനെ തേര് വലിക്കണമെന്നും പറഞ്ഞിട്ട് അവൻ കിടന്ന് ഇങ്ങനെ തേര് വലിക്കുകയാണ്. കയ്യിലൊരു വിസിലുണ്ട്, അത് രാവിലെ പഴക്കിട്ട് പൊങ്കാല സമയത്ത് വാങ്ങിയത്. അങ്ങനെ തേര് വലിച്ച് നമ്മൾ അമ്പലത്തിൻ്റെ നടയിലെത്താറായിട്ടുണ്ട് കേട്ടോ. ഇനി ഇവിടെ ഇട്ട് കഴിയുമ്പോൾ കുറച്ച് കലാശക്കൊട്ടൊക്കെ ഉണ്ട്. ഇവിടെ എത്തിയപ്പോഴത്തേക്കും വിഷുവിനത് കലിങ്കന്മാരെല്ലാം അങ്ങ് പൊക്കിക്കൊണ്ടുപോയി. ഇവനെ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ കേട്ടോ, അവന്മാർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവന്മാർ പിന്നെ അങ്ങ് കൊണ്ടു കിടന്നു. അങ്ങനെ ആഘോഷങ്ങളും ആരോഗ്യങ്ങളും ഒന്നും ഇവിടെ ഒന്നും അവസാനിക്കുന്നില്ല. അപ്പം അടുത്ത വർഷത്തെ കൊച്ചശ്വതിക്ക് വേണ്ടി ഞങ്ങളിവിടെ വെയിറ്റിങ്ങിലാണ്.